ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ചവ്വരി കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ചവ്വരിൻ്റെ സാബൂൺ റൈസ് എന്നും പറയും. അത് ഞാനിവിടെ ഒരു കിലോന് എടുത്തിട്ടുണ്ട് സാബൂൺ റൈസ്. അപ്പം നമുക്ക് അടിപൊളി പായസം ഉണ്ടാക്കാം. അതിനൊരു ചെമ്പട്ടിയിലേക്ക് ഇത് കൊട്ടുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കണ വിധത്തിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഇത് മുങ്ങി മേലോട്ട് വെള്ളം പൊങ്ങി കിടക്കണം കേട്ടോ. അങ്ങനെ കുറച്ചും കൂടിയും വെള്ളം ഇതിൽ കുറവുണ്ട്, പിന്നെയും കുറച്ചും കൂടിയും വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. 3 മണിക്കൂർ മാറ്റി വെച്ച് കുതിർക്കണം. എന്നിട്ട് അരിപ്പയിൽ ഊറ്റി വെക്കണം കേട്ടോ. 3 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് പായസത്തിൻ്റെ ഒക്കെ റെഡിയാക്കാം. ഒരു ചെമ്പട്ടിയിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരമലൈസ് എടുക്കാം. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു മെറൂൺ കളർ വരണം. മെറൂൺ അല്ലെങ്കിൽ ബ്രൗൺ കളർ വരെ ഒന്ന് വരണ വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പഞ്ചസാര. കണ്ട, നല്ലോണം അങ്ങോട്ട് ഹാർഡായി കത്തിക്കേണ്ട. തീ മീഡിയം ഫ്ലെയിമിൽ വേണം കത്തിക്കാൻ. അപ്പോൾ ഇതാ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഈ കളറിൽ നമുക്ക് പാലൊഴിക്കാം. ഞാനിവിടെ ഒരു 3 പാക്കറ്റ് പാലാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 3 നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. പാലുകൾ ഓരോന്നും പൊട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്. ഒരു കൈ കൊണ്ടാണ് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കണത്, മറ്റേ കയ്യിൽ ഫോണാണ്. അപ്പോൾ ഇത് മെല്ലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ പഞ്ചസാര നമ്മൾ അലിയിച്ചെടുക്കാൻ വേണ്ടി അടിയിൽ കട്ട പോലെ കിടക്കുന്നുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. പാല് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് വരും അടിയിൽ നിന്ന്. അപ്പോൾ അടിയിൽ പിടിക്കുമെന്നൊന്നും പേടിക്കേണ്ട. ഒരു ഡ്രൈ ആയിട്ട് കിടക്കണുണ്ടാവും അടിയിൽ. അത് നമുക്ക് പേടിക്കേണ്ട. തിളച്ച് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാവും. ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് പാലൊരു വിധമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചവ്വരി കുതിർത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ട, എല്ലാം ഇട്ട് ചവ്വരി വെള്ളത്തിലിട്ടപ്പോൾ നല്ല അധികം ഉണ്ട് കേട്ടോ. നല്ലോണം തോന്നിക്കാണ്ട് കുറേ ഉള്ള പോലെ. അപ്പോൾ അതിലിട്ട് ഇനിയിപ്പോൾ ഇതിൽ കിടന്നിട്ട് ചവ്വരി ഒന്നും കൂടി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതെല്ലാം വെന്ത്. നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഒരു 3/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. പായസം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ. അടിയിൽ പിടിക്കാണ്ട് നോക്കണം. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. മധുരം ഉപ്പൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ ഉപ്പാകുമ്പോൾ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ആ മീഡിയത്തിൽ ഉപ്പിടണം. പഞ്ചസാര പിന്നെ നമുക്ക് കൂടുതൽ വേണം, കുറവ് വേണം, അങ്ങനെയൊക്കെ ഉള്ളത്. കുറവ് വേണ്ട ആൾക്കാർക്ക് കുറവ്, അധികം വേണ്ട ആൾക്കാർക്ക് അധികം, അങ്ങനെ. നല്ലോണം തള വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള തേങ്ങയുടെ പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാ. ഇനി നമ്മൾ അധികം തിളപ്പിക്കരുത്. ചെറിയൊരു തീയിൽ തള വരുന്ന മുമ്പ് നമ്മൾ ഫ്ലെയിം ഓഫാക്കണം. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇനി പായസത്തിന് അങ്ങനെ പണിയില്ല. പിന്നെ ഇതാ നമുക്ക് എന്ത് വേണം, നമ്മുടെ ഏലക്കാപ്പൊടി. ഏലക്ക പൊടിച്ച് വെച്ച് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചെറിയ മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ച്. അപ്പോൾ ഏലക്കായ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. അറിയാത്തവർക്കാണ് കേട്ടോ പറഞ്ഞു തന്നത്. ചെറിയ ജാറിലേ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഏലക്കായ പൊടിച്ചെടുത്താൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതാ മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പായസത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പും
മധുരവും ഒക്കെ കൂടി അടിപൊളി സാബൂൺ റൈസ് പായസം ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്നൊരു ബ്രൗൺ നിറമായാൽ ഒന്ന് ഇളക്കി കൊടുക്കട്ട. ബ്രൗൺ നിറമായ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ, അങ്ങനെ ആളിച്ച് കത്തിക്കരുത് എപ്പോഴും. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം, ഉണക്ക മുന്തിരി രണ്ടും വറുത്ത് കണ്ട ഇതാ ഈ കളറാവുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി പായസത്തിലേക്ക് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പായസം ഇവിടെ റെഡി. ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഡിസേർട്ടായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചൂടുള്ളപ്പോൾ പായസമായിട്ടും തണുത്താൽ ഡിസേർട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സാബൂൺ റൈസ് പായസം. കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുടങ്ങാതെ കാണണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോസ് എന്തായാലും നിർബന്ധമായിട്ട് കാണാൻ നോക്കുക. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കണ്ട ചോരി ഇതാ പൊങ്ങി കിടക്കണം. നല്ലൊരു ടേസ്റ്റാണ്. എന്തോ ഒരു ഇങ്ങനെ കുടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. അധികം ആരും ഉണ്ടാക്കാറില്ല ഇത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.